നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സബ് ഇൻസ്പെക്ടർ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എക്സാമിന്റെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്, അതിൽ കാറ്റഗറികൾ, പല കാറ്റഗറികളിലേക്ക് എക്സാം നടക്കുന്നുണ്ട്. അതൊന്നും പലർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല, തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക്. അപ്പൊ അവരെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. മനോഹരമായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം നോക്കാം. എല്ലാവർക്കും മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അതായത് സിവിൽ എസ് ഐക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറികളിലേക്കാണ്. അതായത് സിവിൽ എസ് ഐയും അതേപോലെ തന്നെ ആംഡ് എസ് ഐയും. എസ് ഐ നോട്ടിഫിക്കേഷൻ രണ്ട് കാറ്റഗറിയിലേക്ക് വരാറുണ്ട്, സിവിൽ എസ് ഐ, ആംഡ് എസ് ഐ. അതായത് സിവിൽ എസ് ഐ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് വരുന്നതും, ആംഡ് എസ് ഐ എന്ന് പറയുന്നത് എന്താണ്, അത് അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടുക ക്യാമ്പുകളിലേക്കുമാണ്. അതായത് നേരിട്ട് സ്റ്റേഷനിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടുക എക്സിക്യൂട്ടീവ് പോസ്റ്റ് വരുന്നത് സിവിൽ എസ് ഐ ആണ്. അതേസമയം ക്യാമ്പുകളിലേക്ക്, ബറ്റാലിയനുകളിലേക്ക് വരുന്നത് ആംഡ് എസ് ഐ ആണ്. അപ്പോയിന്റ്മെന്റിൽ മാത്രമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ബാക്കിയൊക്കെ സാമാന്യം എന്താണ്, ഒരേപോലെ തന്നെയാണ് വരിക. നമുക്ക് നേരെ നോക്കാം. അതായത് നോക്കി, ഇത് സിവിൽ എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ ആണ്. കേരള സിവിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി 45,600, 95,600 എന്താണ് സാലറി പറഞ്ഞിരിക്കുന്നു. ഇത് ആംഡ് ആണ്. ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് വരുന്നു 45,600, 95,600. സെയിം സാലറി തന്നെയാണ് രണ്ട് കാറ്റഗറിക്ക് വരിക. യാതൊരു വ്യത്യാസവും സാലറിയുമായി ബന്ധപ്പെട്ടില്ല. അതേപോലെ തന്നെ ആംഡ് എസ് ഐ നോക്കിയാൽ പ്രധാനമായിട്ടും ഈ രണ്ട് കാറ്റഗറിക്ക് അകത്തിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് കാറ്റഗറി കൂടി വരുന്നുണ്ട്. അതായത് ആംഡ് എസ് ഐയിൽ തന്നെ വീണ്ടും ഒരു സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 508/2024, 509/2024. 508 എന്ന് പറയുന്നത് ഓപ്പൺ കാറ്റഗറിയും 509 എന്ന് പറയുന്നത് കോൺസ്റ്റാബുലറിയുമാണ്. അതായത് കോൺസ്റ്റാബുലറി എന്ന് പറഞ്ഞാൽ നിലവിൽ പോലീസിൽ കോൺസ്റ്റബിൾ ആയിട്ട് ജോലി ചെയ്യുന്ന, സിവിൽ പോലീസ് ഓഫീസർമാരായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് കോൺസ്റ്റാബുലറി കാറ്റഗറി. അപ്പൊ കോൺസ്റ്റാബുലറി കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും, സെപ്പറേറ്റ് കട്ട് ഓഫും ആയിരിക്കും ഉണ്ടാവുക. ഇനി ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ 20 മുതൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയും. കോൺസ്റ്റാബുലറി ആണെങ്കിൽ 20 മുതൽ 36 വരെ അപ്ലൈ ചെയ്യാൻ കഴിയും. ഇത് ആംഡിന്റെ കാര്യമാണ്. ഇനി നേരെ നമ്മൾ സിവിൽ എസ് ഐയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇവിടെ 3 കാറ്റഗറികളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരിക. 510, 11, 12. 10 എന്ന് പറഞ്ഞാൽ ഓപ്പൺ കാറ്റഗറിയാണ്. 511/2024 മിനിസ്റ്റീരിയൽ ആണ്. 12 ആകുമ്പോഴത്തേക്ക് എന്താ വരിക, അവിടെ നമ്മുടെ കോൺസ്റ്റാബുലറിയുമായിരിക്കും വരിക. അതായത് മറ്റേടത്ത് മിനിസ്റ്റീരിയൽ ഇല്ല. കാരണം എന്താണ്, സിവിൽ എസ് ഐയുടെ കേസിലാണ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ LD പോലെയുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്ത് എഴുതാൻ കഴിയുന്ന ഒരു പോസ്റ്റാണിത്. ഇതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അപ്ലൈ ചെയ്ത് നിയമനത്തിനായിട്ട് വരികയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ 3 കാറ്റഗറി, ഇവിടെ മറ്റേടത്ത് 2 എണ്ണമാണുള്ളത്. ഇനി ഒരു വ്യത്യാസം, സിവിൽ എസ് ഐ ആണെങ്കിൽ ബോയ്സിനും ഗേൾസിനും എന്ത് ചെയ്യാനായിട്ട് കഴിയും, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഒരുമിച്ച് തന്നെയാണ് റാങ്ക് ലിസ്റ്റ് വരിക, സെപ്പറേറ്റ് അല്ല. അപ്പൊ ബോയ്സിനും ഗേൾസിനും ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് സിവിൽ എസ് ഐ ആണ്. എന്നാൽ ആംഡിൽ ആർക്ക് മാത്രമേ കഴിയുള്ളൂ, ബോയ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെയാണ്, ആ ഒരു കാര്യം മനസ്സിലായി. ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിലേക്ക് വന്നാലോ, 1 വർഷത്തേക്കാണ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 669/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ 7/6/2024 റാങ്ക് ലിസ്റ്റ് വരികയും 6/6/2025 അവസാനിക്കുകയും ചെയ്യും. അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് 7/6/2024 വന്നു, 6/6/2025 അവസാനിക്കും. എന്നാൽ നിലനിൽക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം മെയിൻസ് എക്സാമിനേഷനും കഴിഞ്ഞ് ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടി വിളിച്ചിരിക്കുന്ന കാറ്റഗറിയാണ് 572/2023 എന്ന് പറയുക. അപ്പൊ ഈ കാറ്റഗറിയിലേക്ക് 7/6/2025 എന്ന് നടത്തിയത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക. അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് തീർന്നാൽ ഉടൻ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരും. 6/6/2026 റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, അവസാനിക്കും. ദെൻ അതിനുശേഷം 510/2024 എന്ന് പറഞ്ഞ ഇപ്പോൾ നിലവിൽ വന്ന റാങ്ക് എന്താണ് ഷോർട്ട് ലിസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രകാരം 7/6/2026 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക. 6/6/2027 വരെ ആ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നോക്കിയാലോ, കട്ട് ഓഫ് നോക്കിയാലോ. സിവിൽ എസ് ഐക്ക് മെയിൻസിൽ കട്ട് ഓഫ് ആണ്, മെയിൻസിന്റെ കട്ട് ഓഫ് ആണ് പറയുക. സിവിൽ എസ് ഐ 388/2019 ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം 38.67 ആയിരുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയാം. മെയിൻസിന്റെ കട്ട് ഓഫ് 626 പേരെയാണ് ഉൾപ്പെടുത്തിയത്. 669/2022 ആണെങ്കിൽ സിവിൽ എസ് ഐയിൽ 43.33 മെയിൻ ലിസ്റ്റിലെ കട്ട് ഓഫ്. 694 പേരെയാണ് ഉൾപ്പെടുത്തിയത്. 572/2023 എന്ന് പറയുന്ന ഇപ്പോൾ ഫിസിക്കൽ നടക്കാൻ പോകുന്ന ലിസ്റ്റ് പ്രകാരം 47 കട്ട് ഓഫ്. അതായത് കട്ട് ഓഫ് ഓരോ ലിസ്റ്റ് കഴിയുന്നവരും കയറി വരികയാണ്. എണ്ണം നോക്കിക്കണം, 322. അതായത് ഫിസിക്കൽ പാസ്സാവാത്ത ലിസ്റ്റിലെ
ഫിസിക്കൽ പാസ്സാവാത്ത ലിസ്റ്റിൽ എത്രയേ ഉള്ളൂ? 322 പേരേ ഉള്ളൂ. അതായത് ഇതെല്ലാം ഫിസിക്കൽ പാസ്സായതാ, 600 പ്ലസ് ഉണ്ട്. എന്നാൽ ഇവിടെ എത്രയേ ഉള്ളൂ? 322. അതായത് ഫിസിക്കൽ പാസ്സായി വരുമ്പോൾ ഒരു 150 160 പേരെ എന്ത് ചെയ്യത്തുള്ളൂ? മെയിൻ ലിസ്റ്റിൽ കാണത്തുള്ളൂ. അപ്പൊ ഈ ലിസ്റ്റിൽ കയറി പറ്റിയാൽ ജോലി ലഭിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ജോലി കിട്ടാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നുള്ളതാണ് ഈ ലിസ്റ്റ് ചുരുങ്ങുന്നതിന്റെ പ്രത്യേകത. അപ്പൊ അത്രയും കോമ്പീറ്റ് ആയിട്ട് പഠിച്ച കട്ട് ഓഫിനുള്ളിൽ ഉൾപ്പെടാനായിട്ട്, ആദ്യ റാങ്കുകളിൽ ഇടം പിടിക്കാനായിട്ട് ശക്തമായിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഇനി ആംഡിലേക്ക് വന്നാലോ, 386/2019 43.33 ആയിരുന്നു കട്ട് ഓഫ്. 297 പേരെ ഉൾപ്പെടുത്തി. വീണ്ടും കട്ട് ഓഫ് കൂടി 45 393 പേരെയാണ് ഉൾപ്പെടുത്തിയത്. എന്നാൽ നിലവിൽ നോക്കിയാൽ 52.33, അതായത് അവിടെ ഒരു 7 മാർക്ക് പ്ലസ് 7+ മാർക്കിന്റെ കൂടുതൽ കട്ട് ഓഫിൽ വന്നു. എത്ര പേരേ ഉള്ളൂ? ഫിസിക്കൽ പാസ് ആവാത്തതിൽ, അല്ലെ ഫിസിക്കൽ പാസ് ആയിട്ടില്ല, ഫിസിക്കൽ നടക്കാനിരിക്കുകയാണ്, 52 പേര് മാത്രമേ ആംഡിലുള്ളൂ. അതായത് ഫിസിക്കൽ പാസ്സായി വരുമ്പോൾ 20 മുതൽ 25 പേരിൽ താഴെ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുകയാണ്. അപ്പൊ നിങ്ങൾ നന്നായി പഠിച്ച് കട്ട് ഓഫിനുള്ളിൽ ഉൾപ്പെട്ട് നല്ലൊരു റാങ്കിലേക്ക് എത്തി ആദ്യ റാങ്കിൽ തന്നെ ഇടം പിടിച്ച് ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വേണം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട് എന്നുള്ളതാണ്. ഇനി സിവിൽ എസ്ഐയിലേക്ക് വരുമ്പോൾ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വേണം. ആണുങ്ങൾക്ക് 165.10 വേണം. പെൺകുട്ടികളാണെങ്കിൽ 160 ഹൈറ്റ് വേണ്ടത്. ആംഡ് എസ്ഐ ആണെങ്കിലോ 167 ആൺകുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ ഹൈറ്റ് വേണ്ടത്. ഓക്കെ, ഹൈറ്റിന്റെ കാര്യത്തിലുള്ള ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. ഇനിയും ഇത് കൂടാതെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അതിന്റെ ഡേറ്റ് ജനുവരി മാസം 15-ാം തീയതി PSC പ്രസിദ്ധീകരിക്കും. ഇതിന്റെയൊക്കെ സിലബസും ജനുവരി മാസം 15-ാം തീയതിയോടുകൂടി നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പം ഈ പ്രിലിമിനറി കഴിഞ്ഞ്, പ്രിലിംസ് കഴിഞ്ഞ്, അതിനുശേഷം മെയിൻസ് കഴിഞ്ഞ്, അതിനുശേഷം എന്തുണ്ട്? ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് 100 മീറ്റർ ഓട്ടം, അങ്ങനെ 8 ഐറ്റം ഉണ്ട്. 100 മീറ്റർ, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്പ് ഓർ ചിന്നപ്പ്, 1500 മീറ്റർ റണ്ണിങ്. ഇതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം എന്ത് ചെയ്യാം? പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ പാസ്സായിട്ട് എടുക്കാനായിട്ട് കഴിയും. കേരളത്തിലുള്ള എല്ലാ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് പാസ്സാവേണ്ടത്. ഓക്കെയാണ്. ഇതിനും ശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടാകും. ആ ഇന്റർവ്യൂവിന് 20 മാർക്കാണ്. ഒരു 10 മുതൽ 13 മാർക്ക് വരെയാണ് സാധാരണ ഇന്റർവ്യൂവിന് ലഭ്യമാകുക. ആ ഇന്റർവ്യൂവിന്റെ മാർക്ക്, അതായത് മെയിൻസിന്റെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കും എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ഉണ്ട്, NCC പോലെ അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും സ്പോർട്സ് ഐറ്റത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഗ്രേസ് മാർക്കുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക. ഓക്കെയാണ്. അപ്പൊ ഇത്രയും മാർക്ക് കൂടിയിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടാനായിട്ട് കഴിയുക. അപ്പൊ ഇവിടെ ലിസ്റ്റ് ചുരുങ്ങുന്നു എന്ന് പറയുമ്പോൾ, ലിസ്റ്റ് ചുരുങ്ങിയാലും ആ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി നമുക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളുടെ നിയമന നില കൂടി നോക്കാം. സിവിൽ SI ആണെങ്കിൽ ഇത് 2019 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം സിവിൽ SIയിൽ 608 നിയമനങ്ങളാണ് നടന്നത്. എത്രയാണ്? 608 നിയമനങ്ങൾ. അതായത് 188 വരെ OC-യിൽ പോയി. അതേപോലെ തന്നെ NJD 139 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ അഡ്വൈസ് പോയത് പ്രകാരമുള്ള ലിസ്റ്റാണ്. അവസാനത്തെ അഡ്വൈസ് പ്രകാരമാണ് 608 വേക്കൻസിയാണ് എന്ത് ചെയ്തത് പോയത്. 608 വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. ഓക്കെ, 608 വേക്കൻസി ആകെ ഉള്ളത് മാത്രം നോക്കിയാൽ മതി. 608 വേക്കൻസി ആകെ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. എന്നാൽ ആംഡ് SI ആണെങ്കിലോ 69 വേക്കൻസി. ആംഡ് SIയിൽ സാധാരണ പൊതുവെ വേക്കൻസി കുറവാണ് വരാറുള്ളത്. പക്ഷേ എത്ര? 69 വേക്കൻസി ആംഡിലും പോയിട്ടുണ്ട്. ഇത് 2019 നോട്ടിഫിക്കേഷൻ പ്രകാരം. നിലവിൽ നിൽക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം സിവിൽ ആണെങ്കിൽ 38 അഡ്വൈസുകൾ ആകെ പോയിട്ടുണ്ട്. ആകെ 38 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ആംഡ് ആണെങ്കിൽ 4 അഡ്വൈസുകളുമായിട്ട് പോയിട്ടുള്ളത്. ഇനിയും റാങ്ക് ലിസ്റ്റ് തീരാനായിട്ട് കാലാവധിയുണ്ട്. അപ്പൊ റാങ്ക് ലിസ്റ്റ് തീരാനുള്ള ആ ഒരു സമയം 5 മാസത്തോളം ഇനിയും ആ റാങ്ക് ലിസ്റ്റിനുണ്ട്. അപ്പൊ റാങ്ക് ലിസ്റ്റ് തീർന്നു വരുമ്പോഴത്തേക്കും കുറെ കൂടി കൂടുതൽ നിയമനങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. ഓക്കെയാണ്. അപ്പൊ ഇതാണ് നിയമന നിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ധാരണയും കിട്ടി. അപ്പൊ ലിസ്റ്റ് ചുരുങ്ങാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറം ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താനായിട്ട് കഴിയും എന്നുള്ള ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഒരു ബാച്ച് നിലവിലുണ്ട്. സൂപ്പർ 7 ഡിഗ്രി ബാച്ച്, മന്ത്ര ബാച്ച് നിലവിലുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് 1-2 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. കോഴ്സിന്റെ ഫീസ് 4,999 രൂപയാണ്. ഈ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് ജോലിയിലേക്ക് എത്താം. 350+ അവേഴ്സിന്റെ ലൈവ് റെക്കോർഡഡ് സെഷനുകൾ ഉണ്ടാവും. 50+ അവേഴ്സിന്റെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ ഉണ്ടാവും. അതേപോലെ UPSC മോഡലുള്ള ക്വസ്റ്റ്യനുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വീക്ക്ലി, മന്ത്ലി, അതുപോലെ തന്നെ നമ്മുടെ
ടോപ്പിക് വൈസ് ഒക്കെ ആയിട്ടുള്ള ടെസ്റ്റുകൾ, അസസ്മെന്റുകൾ നിങ്ങൾക്ക് കിട്ടും. കൃത്യമായിട്ടുള്ളൊരു മെന്റൽ സപ്പോർട്ട് ഉണ്ടാവും. അമൽ സാറിന്റെ നേതൃത്വത്തിലുള്ള വ്യക്തമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ്, ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളൊന്ന് താഴെ പോയാൽ നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണും. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് ആദ്യ റാങ്കിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയട്ടെ. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഈ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ എല്ലാ വിവരങ്ങളും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ജോലിയിലേക്ക് എത്രയും വേഗം എത്താനായിട്ട് കഴിയട്ടെ. ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിലേക്ക് കാണാം.